ബിഗ് ഷൈനിങ് സ്റ്റാർസിനെ പ്രയർ ഡാൻസിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. സത്യസ്വരൂപ പരിപാലക തവ ചരണം ശരണം. ജ്യോതിപ്രദായക ജഗദീശ്വര തവ ചരണം ശരണം. ജീവദായക പ്രഭുവരനെ സച്ചിദാനന്ദ ഗുരുവരനെ. ജീവദായക പ്രഭുവരനെ സച്ചിദാനന്ദ ഗുരുവരനെ. തവ ചരണം ശരണം ശരണം കരുണാമയ സാഗരമേ. തവ ചരണം ശരണം ശരണം കരുണാമയ സാഗരമേ. സത്യസ്വരൂപ പരിപാലക തവ ചരണം ശരണം. ജ്യോതിപ്രദായക ജഗദീശ്വര തവ ചരണം ശരണം. നിൻ തിരുസന്നിധി പ്രണമാഞ്ജലിയായി തൃപാദ പൂജയ്ക്കായി. മഹാജ്യോതിസാം നിൻ തിരുസന്നിധി പ്രണമാഞ്ജലിയായി തൃപാദ പൂജയ്ക്കായി. സ്നേഹദീപമേ സത്യസ്വരൂപ പരിപാലക തവ ചരണം ശരണം. ജ്യോതിപ്രദായക ജഗദീശ്വര തവ ചരണം ശരണം. ശരണം 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 ശരണം. ഈ വാർഷികം ഇന്ന് വിളക്ക് കൊളുത്തി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്.
കഴിഞ്ഞ ഏപ്രിൽ 21 നമ്മുടെ പ്രിയപ്പെട്ട പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു. പിതാവിൻ്റെ നിത്യശാന്തിക്കായിട്ട് 1 മിനിറ്റ് മൗനമായിട്ട് എണീറ്റ് നിന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ബഹുമാനപ്പെട്ട ടോണിയച്ച, സ്നേഹമുള്ള യൂണിറ്റ് പ്രസിഡന്റ് ബാബു തെങ്ങമ്പള്ളി, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള യൂണിറ്റ് ഭാരവാഹികളെ, സ്നേഹമുള്ള അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, എൻ്റെ ജ്യേഷ്ഠന്മാരെ, ജ്യേഷ്ഠത്തിമാരെ, കുഞ്ഞുമക്കളെ, ഇന്ന് നമ്മുടെ ഒരു കുടുംബ സംഗമമാണ്. നമ്മുടെ ജെറിക്കോ യൂണിറ്റ് നമ്മുടെ ഇടവകയിലെ ഏറ്റവും ചെറിയ യൂണിറ്റ്, ഏറ്റവും മികവ് പ്രകടിപ്പിച്ചുകൊണ്ട് തിളങ്ങുന്ന ഒരു ദിനമാണ് ഇന്ന്. നമുക്കറിയാം, നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സുകളുടെ യോജിപ്പാണ്. നമ്മുടെ പ്രവർത്തനങ്ങളുടെ വിജയം എന്ന് പറയുന്നതും ഒത്തൊരുമിച്ച് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ ഈ ജെറിക്കോ യൂണിറ്റിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ നമ്മുടെ എല്ലാ വിജയത്തിൻ്റെയും പിന്നിൽ നമ്മുടെ ഈ ഏക മനസ്സോടുകൂടെയുള്ള പ്രവർത്തന ശൈലി ആണ് എന്നുള്ളത് മറ്റ് യൂണിറ്റുകൾക്ക് ഒരു അസൂയയ്ക്ക് കാരണമായിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം ഈ യൂണിറ്റ് രൂപീകൃതമായപ്പോൾ ആ യൂണിറ്റിൻ്റെ രൂപീകരണ ചരിത്രം പഠിച്ചാൽ ഒരു ഡിസർട്ടേഷൻ എഴുതാനുള്ള മാറ്റമുണ്ട്. ഒരു ഡോക്ടറേറ്റിന് വേണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്രകാരം ഒരു വിധത്തിൽ പറഞ്ഞാൽ സംഭവ ബഹുലമായിട്ടും അതുപോലെ തന്നെ ചർച്ചകളും ഒക്കെയായിട്ട് നമ്മൾ ഇപ്രകാരം 3 യൂണിറ്റുകളായിട്ട് രൂപീകൃതമായപ്പോൾ ആ കാലഘട്ടത്തിൽ ആ ദിവസങ്ങളിലൊക്കെ എനിക്ക് യാതൊരു ചഞ്ചലിപ്പും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു നമ്മുടെ യൂണിറ്റുകൾ ക്രമീകൃതമാകുന്നത് ദൈവത്തിൻ്റെ ഒരു തിരുഹിതപ്രകാരമാണ് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും വന്നപ്പോഴും ചർച്ചകളൊക്കെ വന്നപ്പോഴും ഞാൻ വളരെ കൂളായിട്ട് ഇരുന്നത്. കാരണം നമ്മുടെ ചിന്തകളല്ല, നമ്മുടെ തീരുമാനങ്ങളല്ല, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള തീരുമാനങ്ങളും അവിടുത്തെ പദ്ധതികളുമാണ് നാം തല കുനിച്ച് സ്വീകരിക്കേണ്ടത്. അപ്രകാരം നമ്മുടെ യൂണിറ്റ് നമുക്ക് നൽകിയ വിവിധങ്ങളായ നല്ല വഴികളെ, നല്ല മാതൃകകളെ ഒക്കെ അനുകരിക്കാനും അനുസ്മരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്രകാരമായിരിക്കുക. ഇനി പുതിയ ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവ് ഒക്കെ ആരംഭിക്കുകയാണ് ഈ 7-ാം തീയതി, ഈ അടുത്ത ദിവസങ്ങളിൽ. അപ്പോൾ പ്രത്യേകമായിട്ട് പുതിയ ഒരു മാർപ്പാപ്പ നമുക്ക് ലഭിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വഴികൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ ധീരമായ അഭിപ്രായങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കത്തോലിക്ക സഭാവിശ്വാസികൾ എന്ന നിലയിൽ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാനാവുന്ന വളരെയേറെ നല്ല ചുവടുവയ്പ്പുകൾ ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് വേണ്ടി എടുത്തു വച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കരുണയെക്കുറിച്ചുള്ള ചിന്തകൾ വളരെ പ്രധാനപ്പെട്ട സംസാരിക്കുന്നതിനായി ടോണി അച്ഛനെ സ്നേഹപൂർവ്വം സദസ്സിലേക്ക് ക്ഷണിക്കുന്നു. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞ അറിയിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, യൂണിറ്റ് പ്രസിഡന്റ് ബാബുചേട്ട, സ്നേഹമുള്ള മാതാപിതാക്കളെ, യുവജനങ്ങളെ, പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഏറ്റവും സന്തോഷം നൽകിയത് എന്താണെന്ന് ചോദിച്ചത്, ഞങ്ങൾ ഈ ഇന്നിപ്പോൾ ഞങ്ങളൊന്ന് നോക്കി എത്രാമത്തെ യൂണിറ്റാണെന്ന്. 8ാമത്തെ യൂണിറ്റിൻ്റെ വാർഷികത്തിലാണ് നമ്മളായിരിക്കുന്നത്. അവിടെ ഒന്നും കാണാൻ സാധിക്കാത്ത ഒരു കാഴ്ചയാണ് ഇന്ന് ഞങ്ങൾക്ക് മുമ്പിൽ ഇരിക്കുന്ന ഈ കുട്ടികൾ. കാരണം ഒരു യൂണിറ്റിലും ഞങ്ങൾക്ക് ഇത്രയും കുട്ടികളെ ഒരുമിച്ച് കാണാനായിട്ട്, കുഞ്ഞു കുട്ടികളെ കാണാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ ഇടവകയിലെ ഏറ്റവും ചെറിയ യൂണിറ്റിലാണ് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത്. അത് ഈ യൂണിറ്റിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം
ഞാനിവിടെ ഇരുന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന 2-3 കുട്ടികൾ അവർ കേക്ക് അവർക്ക് നമുക്കെല്ലാവർക്കും കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ 3 പേരും പരസ്പരം വായിൽ വെച്ച് കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സ്നേഹവും സൗഹൃദവും എന്നും അവർ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതൊക്കെ പഠിപ്പിച്ചത് നിങ്ങൾ മാതാപിതാക്കളാണ്. നിങ്ങളുടെ കുടുംബത്തിലുള്ള കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെ കുട്ടികളിൽ ബോധ്യമായത് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത്. കുറച്ച് നിമിഷമായിട്ടുള്ളൂ. ഇവിടെ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികൾ തന്നെയാണ് ഈ കൊടുത്ത കുട്ടികൾ. അവരെ അഭിനന്ദിക്കുകയാണ് നേരെ സ്നേഹത്തോടു കൂടി. അവരിതൊന്നും അറിയുന്നില്ല, അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ കുടുംബ യൂണിറ്റ് വാർഷികത്തിൽ ആയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ കുടുംബ യൂണിറ്റ് വാർഷികമാണ്. നമ്മൾ എൻ്റെയും അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ കുടുംബ യൂണിറ്റ് വാർഷികങ്ങളാണ് ഈ നടത്തപ്പെടുന്ന വടക്കഞ്ചേരിയിലെ യൂണിറ്റ് വാർഷികങ്ങളും അതുപോലെ എടുക്കുന്ന ക്ലാസ്സുകളും. വളരെയേറെ സ്നേഹത്തോടെ നമ്മൾ 2 കൂട്ടരും ഒരുപോലെ യാത്ര ചെയ്യുന്നവരാണ്. നമ്മൾ ഈ യൂണിറ്റ് വാർഷികങ്ങളും അതുപോലെ തന്നെ കുടുംബ സമ്മേളനങ്ങളൊക്കെ ഓരോ മാസങ്ങളിലും ഓരോ വർഷങ്ങളിൽ ഒരു ദിവസം യൂണിറ്റ് വാർഷികത്തിനൊക്കെ ആചരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ യൂണിറ്റ് അല്ലെങ്കിൽ കുടുംബ സമ്മേളനങ്ങളൊക്കെ അടിസ്ഥാനം എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കും കുർബാനയെ സൂചിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ അത് നമ്മുടെ കുടുംബ കൂട്ടായ്മയിലെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായ കുടിച്ച് ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് കഴിച്ച് പോകുന്നതിനെ നമ്മൾ അനുസ്മരിപ്പിക്കുന്നു. പഴയ കാലത്തിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വിശുദ്ധ കുർബാന ദേവാലയത്തിലായതുകൊണ്ട് അതുപോലെ നമ്മൾ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയൊക്കെ കഴിഞ്ഞതുകൊണ്ടും നമ്മൾ ചെറിയ രീതിയിൽ ചെറിയ കടികളൊക്കെ കൊടുത്ത് അതും ഈ പുതിയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മളവിടെ പ്രാർത്ഥിക്കാറുണ്ട്. ഈ അപ്പസ്തലന്മാരുടെ കൂട്ടായ്മയിൽ ആ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ഇതെല്ലാം കോർത്തിണങ്ങിയ ഒരു സമൂഹമാണ്. കൊച്ചച്ച, സിസ്റ്റർ ജിസ്ന, യൂണിറ്റ് അംഗങ്ങളെ, ജെറീക്കോ യൂണിറ്റിൻ്റെ യൂണിറ്റ് വാർഷികം ആഘോഷിക്കുന്ന ഈ സായം സന്ധ്യയിൽ ആദ്യമായി തന്നെ എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഒരു കുടുംബത്തിൽ സമൂഹത്തിൽ നാം എങ്ങനെയായിരിക്കണമെന്ന് ഇന്നേ ദിനത്തിൻ്റെ സന്ദേശം നമുക്ക് വികാരിയച്ഛനും കൊച്ചച്ഛനും നമുക്ക് നൽകി കഴിഞ്ഞു. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആവർത്തന വിരസതയായിട്ട് തോന്നും എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് കേൾക്കാനുള്ള ഒരു മൂഡിലല്ല നിങ്ങൾ ഇരിക്കുന്നതെന്നും എനിക്കറിയാം. എങ്കിലും ഒരു വാക്ക് മാത്രം. മാമോദീസായിലൂടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉടമകളായ നാം എല്ലാവരും ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്കാണ് കടന്നു വന്നത്. ഈ കൂട്ടായ്മ നമ്മുടെ കുടുംബങ്ങളിലൂടെ വളർത്തി നാം ഓരോരുത്തരും നമ്മുടെ സമൂഹത്തിൽ പങ്കുവെച്ച് നാം ജീവിക്കണം. നാം ഓരോരുത്തരും തനിച്ചല്ല. ഒരു സമൂഹം നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ സഹായിക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് എന്നൊക്കെ ഈ കുടുംബ വാർഷികം, കുടുംബ സമ്മേളനങ്ങൾ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മയിൽ നിന്നും അകന്നു നിൽക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ കുടുംബ യൂണിറ്റ് വാർഷികത്തിലൂടെ സാധിക്കണം. ഒരാനിമേറ്റർ സിസ്റ്റർ എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും, ജെറീക്കോ യൂണിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. ബാബു ചേട്ടൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ റിങ്കി ചേച്ചിയുടെ ഒക്കെ ലീഡർഷിപ്പിൽ ഏറ്റവും നന്നായിട്ട് പോകുന്ന ഒരു യൂണിറ്റാണ്. അതിനാൽ ഞങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടോ ടെൻഷനോ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ നന്നായിട്ട് ചെയ്യുന്നു. ഇനിയും നമ്മുടെ യൂണിറ്റിൻ്റെ കൂട്ടായ്മ ഒത്തിരി നന്നായി സ്നേഹത്തോടെ മുന്നോട്ട് പോകട്ടെ. നമുക്ക് പരസ്പരം സ്നേഹിക്കാം, സഹകരിക്കാം, ഒരുമിച്ച് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ വിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. റിപ്പോർട്ട് വായിക്കാനായി യൂണിറ്റ് സെക്രട്ടറിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ജെറീക്കോ യൂണിറ്റിൻ്റെ 1ാം യൂണിറ്റ് വാർഷികമാണ് നാം ഇന്നിവിടെ ആഘോഷിക്കുന്നത്. 2024 ഓഗസ്റ്റ് 10-ാം തീയതി ബാന യൂണിറ്റ് സമ്മേളനത്തിൽ യൂണിറ്റ് 3ആയി വിഭജിക്കുകയും നമ്മുടെ യൂണിറ്റിന് ജെറീക്കോ എന്ന പേർ നമ്മുടെ വികാരി അച്ഛൻ നിർദ്ദേശിക്കുകയും ചെയ്തു. 15 അംഗ കുടുംബാംഗങ്ങളാണ് ജെറീക്കോ യൂണിറ്റിൽ ആകെ ഉള്ളത്. അന്നേ ദിവസം തന്നെ യൂണിറ്റ് ഭാരവാഹികളെയും ഇടവക പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു. 18/8/2024 നമ്മുടെ ഇടവകയിൽ വെച്ച് ഫൊറോന സംഗമം നടത്തുകയുണ്ടായി. സംഗമത്തിന് വാളണ്ടിയേഴ്സായി നമ്മുടെ യൂണിറ്റിൽ നിന്നും 5 പേർ പങ്കെടുത്തു.
21/9/2024 ജെറീക്ക യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടി നടത്തുകയുണ്ടായി. പ്രസ്തുത പരിപാടിയിൽ റിജി അച്ഛനും കൊച്ചച്ഛനും ദിയ സിസ്റ്ററും ഐശ്വര്യ സിസ്റ്ററും എന്നിവർ പങ്കെടുക്കുകയുണ്ടായി. 2024 ഒക്ടോബർ 1 മുതൽ യൂണിറ്റിലെ എല്ലാ വീടുകളിലും കൊന്ത നടത്തുകയുണ്ടായി. അതിൽ എല്ലാവരുടെയും സഹകരണം എടുത്തു പറയേണ്ടതാണ്. ബോധിപ്പിക്കാനായി യൂണിറ്റിലെ ട്രഷറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് ജെറീക്ക യൂണിറ്റായിട്ട് തിരിഞ്ഞ് അവിടുന്ന് നമുക്ക് മുൻ യൂണിറ്റിൽ നിന്ന് കിട്ടിയത് 3000 രൂപ ആദ്യം. പിന്നെ സെപ്റ്റംബർ മാസത്തെ വരിസംഖ്യ 650, ഒക്ടോബറിലെ വരിസംഖ്യ 600, നവംബർ മാസത്തെ 600, ഡിസംബർ 550, ക്രിസ്മസ് വരവ് 6670, ടോട്ടൽ വരവ് 14470. ിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികൾ. ആദ്യമേ തന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളം ഇതാ കുരിശ് വരയ്ക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. ഒരു മനോഹരമായ
മകങ്ങളെ അന്ന ജീവനേ പാടുപെട്ടു അന്ന് ജീവനേ പാടുപെട്ടു എന്റെ ജീവനായവനേ നീ ആശയെന്നോമേ കാൽവരിക്കുമ്മിൽ അവൻ
കുടിലില് ചെമ്പകപ്പ് കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി അഞ്ജനവും കസ്തൂരിയും തിരുത്തി ചമയിച്ചു നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും തിരുത്തി പെണ്ണവളെ മങ്കമാർഗം തിരുത്തി വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മണ്ണിലിങ്ങനെ നാടിന്ന മകനെ പൊന്നാകനെ മുട്ടായവാനെ മിന്നും സൂര്യനും മുട്ടായവാനെ കാലം കടിവച്ചരസകനെ സിഗായവാൻ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മറിപ്പോയി എന്നൊന്നും കൊണ്ടിട്ടുനിയെ ഇരുത്തി വരും രാജാവുക്ക് എല്ലാവരും കാലം നടിക്കുക ചാത്തുറമൊരു കണ്ട വേട് ഇല്ലുമിനാട്ടെ Illuminati, annandani arandana valluminati. Illuminati, Illuminati, annandani arandana valluminati. Pena kati konde vidya masi kote adise taki tivani silamane maya davasi nenje kudi vachara kakali sila davas annan mita basi atakuri eliya minnarukum vanneya vatta katta chora konde jusadi chora sebate eliye madiyana enatena manikyo ganadhaniki vacha jerika varum patti patte Illuminati Illuminati, annandani arandana valluminati. Illuminati, Illuminati, annandani arandana valluminati. ആരോടുണ്ടോ കാവിലെ മടിയമ്മയ്ക്കയും പഴയൽ മടി താരോട്ടും സേകം നീയേ മറന്നോട്ടാറാട്ട നിന്നെ കനിയാ കനീരിയ കനീരി അരുപ്പൊരണ്ട എറിയ മുള കനി കോപം കൊല്ലും സിംഗാരമൂടെ മരണമണിയാണ് എനക്കെല്ലാം മണിക്ക് ബോംബെ നലോട്ടാം കാണ നാനന്ന എന്നാൽ അവിടുത്തെ ജനങ്ങൾ ദുഷ്ടന്മാരായതിനാൽ യോന ദൈവം പറഞ്ഞത് കേൾക്കാതെ താർശീശിലേക്ക് കപ്പൽ കയറി. ഇത് കണ്ട ദൈവം കോപിച്ച് ഒരു വലിയ കൊടുങ്കാറ്റിനെ അയച്ചു. കടൽ ശോഭിച്ചു, കപ്പൽ ഇളകി മറിഞ്ഞു. കപ്പൽ തകരുമെന്ന അവസ്ഥയായപ്പോൾ അതിലുണ്ടായിരുന്നവർ ആകെ പേടിച്ചു. അവർ അവരുടെ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു. യോനയോടുള്ള ദൈവത്തിന്റെ കോപമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് മനസ്സിലാക്കിയ അവർ യോനയെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. കടലിൽ വീണ യോനയെ ഒരു വലിയ മത്സ്യം വിഴുങ്ങി. 3 രാവും 3 പകലും യോന ആ മത്സ്യത്തിന്റെ ഉദരത്തിൽ കഴിഞ്ഞു. അവിടെ കിടന്ന് യോന തന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. യോനയുടെ പ്രാർത്ഥന കേട്ട ദൈവം മത്സ്യത്തോട് യോനയെ കരയിലേക്ക് ഛർദ്ദിച്ചിടാൻ കൽപ്പിച്ചു. അങ്ങനെ രക്ഷപ്പെട്ട യോന കർത്താവിന്റെ അരുളപ്പാടനുസരിച്ച് നിനവയിലേക്ക് യാത്രയായി. കൂട്ടുകാരെ, ദൈവം പറഞ്ഞത് അനുസരിക്കാതിരുന്നപ്പോൾ സംഭവിച്ചത് കണ്ടില്ലേ? ഇതുപോലെ ആകാതെ നാം ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം. അപ്പോൾ നമുക്ക് ധാരാളം കൃപകളും അനുഗ്രഹങ്ങളും ദൈവം നൽകും. നന്ദി.
चक चक है तू, हाय चक 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 हूँ मैं, हाय चक 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 है तू, हाय चक 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 हूँ मैं। टपटी दोपहर सी लड़की की लहर सी, मेरे जैसे चाहिए तेरे जैसे को, फूलों वाली डाली भी हूँ, चंपा भी हूँ, डाली भी हूँ, बोलो कैसे चाहिए तेरे जैसे को। पलंग टूटता पहली बार, सारा मोहल्ला करता मार, हुए तुम्हारे में बरसात, कौन वहाँ था किसके साथ। हाय चक 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 है तू, हाय चक 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 हूँ मैं, हाय चक 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 है तू, हाय हाय चक 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 हूँ मैं। मुझे तुम्हारे नखरे बखरे प्यारे हैं, तुझे है भाई लटके झटके मेरे जी, मरे हूँ मैं अब तेरे इश्क बुखार में। रख लेना रख लेना रख लेना रख लेना रख ले दिल जान में। हाय चक 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 है तू, हाय चक 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 हूँ मैं, मेरे वाला मेरे वाला मेरे वाला तू, तेरे वाली मेरे वाली तेरे वाली मैं। Lost kite. There was a little boy named Tim who loved flying his colorful kite. One windy day, the kite flew too high and got stuck in a tall tree. Tim tried to reach it but couldn't. An old man saw Tim struggling and offered to help. He had a long stick and carefully freed the kite from the tree. Tim thanked the old man and learned that sometimes it's okay to ask for help when you need it. Moral, it's okay to ask for help. Thank you. നന്ദി ആലിയ. എല്ലാവർക്കും പാട്ട് പാടാൻ അറിയാമോ? എന്നാൽ നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് കൂടെ പാട്ട് പാടാം. ഗ്രൂപ്പിലേക്ക് ഞാനൊരു ഫോക്ക് സോങ്ങിൻ്റെ ലിറിക്സ് ഇട്ടിട്ടുണ്ട്, ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമോ? ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം, ഒരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം, കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചന്താമര വേണം, കുളിച്ചു ചന്ദകം പോകാൻ ചന്ദനം വേണം. കുളം വേണം, കുളത്തിൽ ചന്താമര വേണം, കുളിച്ച് ചന്ദകം പോകാൻ ചന്ദനം വേണം. പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗോമേൻ വേണം, പൂമനി മകളായാൽ അടക്കം വേണം. പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം, പൂമനി മകളായാൽ അടക്കം വേണം. നാടായാൽ രൂപൻ വേണം, അരികിൽ മന്ത്രിമാർ വേണം, നാടിനു ഗുണമുള്ള പ്രജകൾ വേണം. അരികിൽ മന്ത്രിമാർ വേണം, നാടിനു ഗുണമുള്ള പ്രജകൾ വേണം. യുദ്ധത്തിങ്കൽ രാമൻ നല്ലോ, കുലത്തിങ്കൽ സീത നല്ലോ, ഊണുറക്കം ഉപേക്ഷിപ്പാൻ ലക്ഷ്മണൻ നല്ലോ. ഉപേക്ഷിപ്പാൻ ലക്ഷ്മണൻ നല്ലോ, പടയ്ക്കു ഭരതൻ നല്ലോ, പറവാൻ പൈങ്കിളി നല്ലോ, പറക്കുന്ന പക്ഷികളിൽ ഗരുഡൻ നല്ലോ. ഭരതൻ നല്ലോ, പറക്കുകയിൽ പളി നല്ലോ. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. അയാൾ തറ വേണം, ഒരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം.
ഇത്രയും കാലം ഇത്ര സമയം എന്നെ സഹിച്ച നിങ്ങൾക്ക് 1000 നന്ദി. കങ്കരയൊന്നും വെക്കേണ്ടി ഒരു ആൾക്കാർ വിട്ടുപൊക്കോളൂ എന്നാ പറഞ്ഞത്. മനോഹരമായ ഡാൻസുമായി റിൻസ് സ്റ്റേജിലേക്ക്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആഗോള സമ്മേളനത്തിൽ നമുക്ക് പങ്കുചേരാനായിട്ട് വലിയൊരു അവസരം ലഭിക്കുകയാണ്. നമുക്കറിയാം, ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ആഗോള സമ്മേളനത്തിൽ പങ്കെടുക്കണമെങ്കിൽ എല്ലാവർക്കൊന്നും പറ്റില്ല. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിങ്ങുകളിലൊക്കെ സംബന്ധിക്കണമെങ്കിൽ, പ്രതിനിധികളായിട്ടൊക്കെ റെപ്രസെൻറ്റേറ്റ് ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകമായ അധികാരങ്ങളൊക്കെ ഉള്ളവർക്കേ സാധിക്കുകയുള്ളൂ. ഇത് നമ്മുടെ ആഗോള സമ്മേളനമാണ്. സീറോ മലബാർ സഭയുടെ കേരളത്തിലും കേരളത്തിന് പുറത്ത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിലുമുള്ള എല്ലാ കത്തോലിക്ക വിശ്വാസികളുടെയും സീറോ മലബാർ സഭാംഗങ്ങളുടെയും ഒരു സമുദായ സമ്മേളനമാണ് പാലക്കാട് ആതിഥേയത്വം വഹിച്ചുകൊണ്ട് നടത്തപ്പെടുന്നത്. അതിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ യൂണിറ്റിൽ നിന്ന് മാക്സിമം ആളുകൾ ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. ജീവൻ ഏതോ കാലക്കേടില്ലാണോ ലോല വയോ പോകാം ലോകം കാണാം ഹൃദയം പൊട്ടി വഴിയും തെറ്റി
തട്ടി സിറ്റി നടുവിൽ ചുറ്റി അടിയും പൊട്ടി പണി കിട്ടി ഏവനാലേ ഒരു പൂ തരാമോ ഏവനാലേ ഒരു കായ് തരാമോ പൂ കൊടുക്കാൻ അതിനാൾ വരണ്ടേ താഴ്ന്നിരുന്നാൽ കായ് വരണ്ടേ. അപ്പൊ നടക്കട്ടെ നല്ല ഇടിവെട്ടായി. എന്ത് കലക്കണം കലക്കണം അവന്റെ ഒടുക്കത്തെ കലക്ക ഇനി ഞാൻ കലക്കും. ജനലഴിയിൽ ഈ കൺമണിയെ നോക്കരുത് എന്നതിന്നാർക്ക് ചേരണമെന്നത് വിധിയുടെ വിളയാട്ടം. മച്ച വന്നിട്ടാണ്ടാ എൻ ദേവതേ. 14 രാവിന്റെ പിറ പോലെ വന്നല്ലോ പനിനീരിൻ കടവത്ത് കുടമുല്ല പുതല്ലോ മണിമുത്തും പൊന്നിന്റെ ഉടവാടുന്നുണ്ടല്ലോ മരുഭൂവിൽ നിന്നല്ലോ സുൽത്താനം വന്നല്ലോ മുല്ലപ്പൂവിൻ ചേർത്ത വെള്ളപ്പഞ്ഞി കുപ്പായം വെള്ളി ചെല്ല ചിന്നത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ മുല്ലപ്പൂവിൻ ചേർത്ത വെള്ളപ്പഞ്ഞി കുപ്പായം വെള്ളി ചെല്ല ചിന്നത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞമ്മക്കൊരു സിനിമ പാട്ട് ഓർമ്മ വരികയാണ്. നിങ്ങൾ എങ്ങനെ ഡാൻസ് പഠിച്ചത്? പഠിച്ചത് വലിയതോ സ്ഥലത്താ. എവിടെ? പഠിച്ചത് വലിയതോ സ്ഥലത്താന്ന്. അതാ എവിടാ? അൽഹംദുലില്ല പഠിച്ചല്ലോ. ഹൈറ്. അപ്പൊ നിങ്ങൾ ഡാൻസേഴ്സ് അല്ല? കുട്ടി മണി എന്റെ മേരെ സോപ്പ് പെട്ടി കുട്ടി മണി എന്റെ മേരെ സോപ്പ് പെട്ടി പാട്ടുപെട്ടി വട്ടപ്പെട്ടി. ഈ സോങ് മിക്സ് ബൈ DJ Vandras. സിസിലി കുട്ടിരെ തേപ്പ് പെട്ടി പാട്ടി തലര മുറുക്കാൻ നടക്കുമ്പോ പുകയുണ്ടല്ലോ അന്നാവത്തിത്തോളം ഒരു സാധനം പോലും ആൾക്കാർ കാണുക. മലർമണി ചെണ്ടുകളോ നിമ്മണി ചുണ്ടുകളോ വണ്ടുകളോ
കൂട്ടുകാരെ, നന്ദി പ്രസംഗത്തിനായി നമ്മുടെ ഷാർലറ്റ് ആന്റിയെ വേദിയിലേക്ക് സ്വസ്വാഗതം ചെയ്യുന്നു. ആദ്യമേ തന്നെ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. ഏറെ തിരക്കുകൾ ഉണ്ടായിട്ടും നിന്ന് നമ്മുടെ എല്ലാ ഭാരവാഹികളെയും ഞാൻ നന്ദി അർപ്പിക്കുന്നു. എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി സമർപ്പിക്കുന്നു. എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി. നമ്മുടെ പരിപാടികളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ജസ്റ്റ് പറയാനായിട്ടാണ്. നമ്മുടെ അനുഗ്രഹവും ഐശ്വര്യവുമായ 2 സിസ്റ്റേഴ്സ് നമുക്ക് ആദ്യം മുതലേ ഉണ്ട്. സോ അതിൽ അനുഗ്രഹ സിസ്റ്ററുടെ വ്രതവാഗ്ദാനത്തിൻ്റെ 25ാം വാർഷികമായിരുന്നു ഈ അടുത്തിടെ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് സിസ്റ്റർ. ഇപ്പോൾ സിസ്റ്റർ ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് അറിയിക്കാൻ ഉദ്ദേശിക്കുന്നു വേണ്ടിയാണ് വന്നത്. പിന്നെ ഒപ്പം നമ്മളിനി അടുത്ത ദിവസം അടുത്ത സമ്മേളനത്തിൻ്റെ സിസ്റ്റർ വരുമ്പോൾ നമ്മൾ സിസ്റ്ററിനെ തീർച്ചയായിട്ടും അനുമോദിക്കുന്നതായിരിക്കും. സിസ്റ്റർ ഇപ്പോൾ വാർഷികത്തിൻ്റെ സിൽവർ ജൂബിലിയുടെ തിരക്കിൽ അങ്ങനെ ഓടി നടക്കാമെന്നാണ് കേട്ടത് അല്ലേ? ഓക്കെ. പാടില്ല. അവിടെ മുന്നോട്ട് പോ, മുന്നോട്ട് ഓടിയിട്ട് വാ. ഇത് ചരിത്രത്തിലെ മറ്റൊരു മുഹൂർത്തമായി മാറുകയാണ്. ചേടത്തിയും അനീത്തിയും തമ്മിലുള്ള മത്സരമായി മാറുകയാണ്. അതുപോലെ ഓക്കെ, അതിൽ ചേച്ചി വിജയിച്ചു, അനിയത്തി സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇവരെ മാമോദിസം വെക്കുന്നത് ഞാനാന്ന് തോന്നുന്നുണ്ടല്ലേ? അതെ, ഞാൻ ആരോഗ്യപുരത്തുള്ളപ്പോൾ മാമോദിസം വയ്ക്കുന്നവർ. ആ ഓക്കെ, അടന്മാരുടെ അപ്പച്ചന്മാരുടെ വാ, അപ്പച്ചന്മാർ വാ. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അടി അടി. കൊച്ചച്ഛൻ ഇരിക്കൂ. അതിലൊരാൾ കൊച്ചച്ഛൻ ആര് ജയിക്കും? ആര് ജയിക്കും? ആര് വേണമെങ്കിലും ജയിക്കാം.
ഇതാ ജോബിയങ്ങൾ ജയിച്ചിരിക്കുന്നു. രണ്ടുപേരും ആദ്യമേ തന്നെ ജീനാൻഡി ഔട്ടായിരിക്കുന്നു. രണ്ടാമത്തേത് പ്രസിഡന്റ് ഔട്ടായിരിക്കുന്നു. ഇവിടെ ഒരു സീറ്റ് കിടക്കുന്നുണ്ട്. അപ്പ് 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 അപ്പ്. ജാൻസി ടീച്ചർ ഔട്ടായിരിക്കുന്നു. ആരാണ് ഔട്ടായിരിക്കുന്നത്? മെറീന ചേച്ചി ഔട്ടായിരിക്കുന്നു. ఆ పక్క మంచం మీద మా దాసు బావ, ఈ పక్క కుర్చీలో కత్తిలాంటి కుర్రాడు. സോന ചേച്ചി ഔട്ടായിരിക്കുന്നു. ലിറ്റിൽ ടീച്ചർ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ചില ചോദ്യങ്ങളിലൂടെ കടന്നു പോകാം. ആർക്കൊക്കെ ഉത്തരം പറയാൻ കഴിയുമെന്ന് നോക്കാം. അങ്ങനെ ആദ്യം കൈവക്കുക. ഒന്നാമത്തെ ചോദ്യം, ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ പേര് സ്വീകരിച്ചത് ആരിൽ നിന്നാണ്? ഫ്രാൻസിസ് അസീസി. ഓക്കെ, ശരിയാണ്. മാർപ്പാപ്പയാകുന്നതിന് മുമ്പുള്ള പേരെന്താണ്? ആരാ? ജോർജ് ബെർഗോളിയോ. പൂർണ്ണമായിട്ടില്ല, മരിയോ എന്നും കൂടെ ഉണ്ട്. ജോർജ് മാരിയോ ബെർഗോളിയോ. ഓക്കെ. എന്നാണ് മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഇല്ലെങ്കിൽ സ്ഥാനം 2013. കറക്റ്റാണ്. ഇവിടെ ഒന്നും പറയാത്ത ഒരു മാസമുണ്ട്. ആ മാസമാണ് മരുഭൂമിയിലും സമൃദ്ധി നൽകും കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾ കേകും. അധിക ബലം നിന്റെ അസ്ഥികൾ കേകും. വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. മനസ്സു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നീ ആയിത്തീരും, തേനരുവി പോലായിത്തീരും. നീ ആയിത്തീരും, തേനരുവി പോലായിത്തീരും. എല്ലാ കുട്ടികളും വാ, എല്ലാവരും വേണേ കൂടാവുന്നവർ, താല്പര്യമുള്ളവർക്ക് കൂടാം. സങ്കീർത്തനമാണ്. നമുക്കൊരു സങ്കീർത്തനം പാടി ഭക്ഷണത്തിലേക്ക് പോകാം. നിന്റെ പുരാതന സംഘങ്ങളെല്ലാം പുനരുദ്ധരിക്കുമവൻ. പണിയും നിന്നിരലുകളെ അനവധി തലമുറകൾ. നിന്റെ പുരാതന നഷ്ടങ്ങളെല്ലാം
കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും, നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ നീയായിത്തീരും. നീയായിത്തീരും, തേനരുവി പോലായിത്തീരും. നീയായിത്തീരും, തേനരുവി പോലായിത്തീരും. നന്നായിട്ട് ഉഷാറായിട്ട് കളിക്കേ. പൊളിഞ്ഞ മതിലുകൾ പുതുക്കി പണിയാൻ വിളിക്കപ്പെട്ടവൻ നീ, തുറന്ന വീടുകൾ കേടുകൾ നീക്കി പുതുപുത്തനാക്കും നീ. പൊളിഞ്ഞ മതിലുകൾ പുതുക്കി പണിയാൻ വിളിക്കപ്പെട്ടവൻ നീ, തകർന്ന വീടുകൾ കേടുകൾ നീക്കി പുതുപുത്തനാക്കും നീ. നിത്യാനന്ദം അനുദിനവും നീ കർത്താവിൽ കണ്ടെത്തും, നിത്യാനന്ദം അനുദിനവും നീ കർത്താവിൽ കണ്ടെത്തും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും, നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ